ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാം. മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. ടെസ്റ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധം തുടരും എന്ന് CITU നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഉൾപ്പെടെ നൽകിയ 4 ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ മരവിപ്പിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇതോടെ പരിഷ്കരണവുമായി മുന്നോട്ടു പോകാൻ മോട്ടോർ വാഹന വകുപ്പിന് വഴിയൊരുങ്ങി. വകുപ്പ് കോടതിയിൽ നൽകിയത് തെറ്റായ വിവരങ്ങളെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മോട്ടോർ ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുമല്ല. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും ടെസ്റ്റ് ബഹിഷ്കരിച്ചു. ആളുകൾ എത്താത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ കഞ്ഞിയും പയറും വെച്ചായിരുന്നു പ്രതിഷേധം. സർക്കുലർ പിൻവലിക്കും വരെ ടെസ്റ്റ് ബഹിഷ്കരണം തുടരുമെന്ന് CITU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ ആവർത്തിച്ചു. 24 തിരുവനന്തപുരം.